പ്രിയമുള്ളവരെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു, നിങ്ങൾ 2 അവയവങ്ങൾ സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. ഏതാണ് ആ 2 അവയവങ്ങൾ നിങ്ങൾക്കറിയാമോ? 1 നാവാണ്, 2 നമ്മുടെ ഗുഹ്യസ്ഥാനവുമാണ്. രാഷ്ട്രീയത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും നാം ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയരുത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഓ സ്വഹാബ, ആരാണ് യഥാർത്ഥ മുഫ്ലിസ് എന്നറിയാമോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം യാ റസൂലല്ലാഹ്, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും മാത്രമേ അറിയൂ നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരുപാട് നിസ്കരിച്ചു, നോമ്പെടുത്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, പക്ഷേ മറ്റുള്ളവരുടെ ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് എന്നിവ പറഞ്ഞ് അവൻ ചെയ്ത എല്ലാ അമലുകളുടെയും പ്രതിഫലം ആഖിറത്തിൽ മറ്റുള്ളവർക്ക് വീതിച്ചു നൽകി. അവസാനം വിരൽ കടിക്കുന്ന സമയമുണ്ട്. അങ്ങനെയുള്ള നരകാവകാശിയാണ് യഥാർത്ഥ മുഫ്ലിസ് അഥവാ പാപ്പരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ ചെയ്ത അമലുകൾ മുഴുവനും അല്ലാഹു സ്വീകരിച്ച് സ്വർഗം നേടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.